ഹലോ അസ്സലാമു അലൈക്കും. എടാ നമുക്ക് +2 ക്രിസ്മസ് അറബിക് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 2 ടൈപ്പ് ഗ്രാമറും ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആ ഗ്രാമറിലേക്ക് അതിൽ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ആ ഗ്രാമറുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിക് കുറച്ച് കാര്യം ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഒന്ന്, ഇത് ഗ്രാമറാണെങ്കിലും മനസ്സിലാക്കാൻ വലിയ ടഫ് ഈസി ആയിരിക്കും, ശ്രദ്ധിച്ച് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്കറിയാം മുളാരി ആയിട്ടുള്ള ഫ്ലോയിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം നിങ്ങൾക്കറിയാം എഫ് അലു രൂപത്തിലായിരിക്കും മുളാരി ഫ്ലോയിലുകൾ വരിക അല്ലേ. മുളാരി ആയിട്ടുള്ള ഫ്ലോയിൽ എഫ് അലു രൂപത്തിലാണ് വരിക, എഫ് അലു അല്ലേ. ഉദാഹരണത്തിന് നമുക്ക് ഒന്നുകൂടെ വാക്ക് പരിചയപ്പെടാമെന്നാണ്. യക്തുബു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യക്തുബു എന്ന് പറഞ്ഞാൽ എഴുതുന്നു, മുളാരിയാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണമെന്നോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിട്ടുള്ള കാര്യം. അതേപോലെ മറ്റൊരു വാക്കാണ് എന്ത്? യജ്ലിസു, ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ 2 മുളാരി ഫ്ലോയിൽ പഠിച്ചു. ഇതേപോലെ യദ്ഹബു, യൽദുറു, യക്തുലു, യഫ്തഹു ഒക്കെ ഇതേപോലെ വരും. ഇനി ഈ മുളാരി ആയിട്ടുള്ള അതിൻ്റെ കൂടെ വരുന്ന 2 കാര്യങ്ങളാണ് നിങ്ങൾ ഈ സെക്കൻഡ് ടേമിൽ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ഒന്നാണ് നമുക്ക് ഒറ്റ വാക്ക് പഠിക്കാം. എന്താണ്? അൻ ലെൻ കൈ ഇതൻ. അൻ ലെൻ കൈ ഇതൻ ഇത് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒറ്റ വാക്ക് ഇത് മനസ്സിലാവുന്ന ഒറ്റ വേർഡ് നമുക്ക് പഠിച്ചു നോക്കാം. അല്ലൻ കൈത അല്ലേ. പല കൈതകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു കൈതൻ്റെ പേരായിട്ട് പഠിച്ചു അല്ലൻ കൈത. അത് അല്ലൻ കൈത. ആൻ ലെൻ കൈ ഇതൻ. ഇനി അല്ലൻ കൈത നമ്മൾ എന്താ പഠിക്കാൻ പോണത്? അല്ലൻ കൈത എപ്പോഴും എന്തായിരിക്കും? എപ്പോഴും ഫത്തഹായിരിക്കും എന്ന് പഠിക്കുക. അല്ലൻ കൈത എപ്പോഴും ഫത്തഹായിരിക്കും. അങ്ങനെ പഠിച്ചു ആ ഒറ്റ ഒരു മന്ത്രം പഠിച്ചു. അല്ലൻ കൈത എപ്പോഴും എന്തായിരിക്കും? ഫത്തഹായിരിക്കും. ഓക്കെ, പഠിച്ചോ. ഇനി രണ്ടാമത് നിങ്ങൾ പഠിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത് പഠിക്കുന്ന സാധനം ഒരു നമ്മൾ പല ആളുകൾ പല ഇരട്ടപ്പേരുണ്ടാവും. ഇല്ലല്ലമ്മ ഒരു ലീലനെ കുറിച്ച് പഠിക്കുക. ലീലൻ്റെ പ്രത്യേകതാണ് ഇല്ലല്ലമ്മ ലീലയാണ്. ആരാണ്? ഇല്ലല്ലമ്മ ലീല. ഇൻ ലം ലമ്മ ലീല. എന്താ പഠിച്ചത്? ഇല്ലല്ലമ്മ ലീല എപ്പോഴും എന്തായിരിക്കും? ഇല്ലല്ലമ്മ ലീല എപ്പോഴും സുക്കൂനായിരിക്കും. ഈ 2 ട്രിക്ക് പഠിച്ചാൽ മതി. എന്താണ്? അല്ലൻ കൈത് എപ്പോഴും ഫത്തഹായിരിക്കും, ഇല്ലല്ലമ്മ ലീല എപ്പോഴും സുക്കൂനായിരിക്കും. അല്ലൻ കൈത് എപ്പോഴും ഫത്തഹായിരിക്കും, ഇല്ലല്ലമ്മ ലീല എപ്പോഴും സുക്കൂനായിരിക്കും. പഠിച്ചോ. എന്നാൽ നിങ്ങൾക്ക് ഇതിലെന്ത് ചെയ്യുക? ഇതുമായി ബന്ധപ്പെട്ട് 1 വേർഡൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്ന് ഈ സീറോ മാർക്ക് സ്കോർ ചെയ്യാം. ഇനി അത് പറയാൻ പോവാണ് കേട്ടോ. ഈ അല്ലൻ കൈ ഇതനും ഇല്ലല്ലമ്മ ലീലയിൽപ്പെട്ട 5 എണ്ണവും ഇത് എവിടെ വരുള്ളൂ? മുളാരി ആയിട്ടുള്ള ഫ്ലോയിലെ മുമ്പ് വരുള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? 2 മുളാരിയ വാക്ക് എഴുതാം. ഒന്നിപ്പോൾ ഇതിന് എഴുതുക യക്തുബ്. മുളാരി ആയിട്ടുള്ള വാക്ക് അതിൻ്റെ അവസാനത്തെ അക്ഷരം അതിൻ്റെ സിമ്പൽ എന്തായിരിക്കും? ലമ്മായിരിക്കും. എന്നുവെച്ചാൽ മർഫു റഫ് ആയിരിക്കും എന്ന് പറയാം. ലമ്മായിരിക്കും. നിങ്ങൾ പഠിക്കാൻ എളുപ്പത്തിന് ലമ്മെന്ന് പഠിച്ചാൽ മതി. ലമ്മായിരിക്കും നോർമലി ഉണ്ടാവുക. എന്നാൽ ഈ മുളാരി ആയിട്ടുള്ള ഫ്ലോയിലിൻ്റെ മുമ്പിൽ അല്ലൻ കൈതയിലെ ഏതെങ്കിലും ഒന്ന് വന്നു, ഉദാഹരണത്തിന് ലെൻ വന്നു, ഏതെങ്കിലും ഒന്ന് വന്നാൽ ഈ മുളാരി ആയിട്ടുള്ള ഫ്ലോയിലിന് അവസാന ദശന് എന്താവും? ഈ ലമ്മ് പാടില്ലേന് എന്താവും? ഫത്തഹ ആവണം. നിയമം എന്താണ്? അല്ലൻ കൈതൻ ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് മുളാരി ആയിട്ടുള്ള ഫ്ലോയിലിൻ്റെ തൊട്ട് മുമ്പ് വന്നാൽ ആ ഫ്ലോയിലിൻ്റെ അവസാന ദശ നിർബന്ധമായിട്ടും ഫത്തഹ് കൊടുക്കണം. എന്ന് വെച്ചാൽ നസ്ബ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? അതുപോലെ പറയാം അല്ലൻ കൈത് എപ്പോഴും എന്തായിരിക്കും? ഫത്തഹായിരിക്കും. ക്ലിയർ ആയോ? ഇനി ഇല്ലല്ലമ്മ ലീല ഇത് ഇനി അടുത്തൊരു വാക്ക് യജ്ലിസു അല്ലേ. യജ്ലിസു എന്ന് നോർമലി നമ്മൾ എന്താ പറയുക? യജ്ലിസു എന്നാണ്. അവസാനത്തെ അക്ഷരം ലമ്മായിരിക്കും, റഫ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇപ്പോൾ ലമ്മ് വന്നു അല്ലേ. ലമ്മ് ഇതിന് മുമ്പ് വന്നാൽ ഏതെങ്കിലും മുളാരി വാക്കിന് മുമ്പ് ലമ്മ് വന്നാൽ ആ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് എന്ത് ചെയ്യണം? ലമ്മ് പറ്റൂല, എന്തായിരിക്കണം? സുക്കൂനായിരിക്കണം. അപ്പം ഇവിടുത്തെ നിയമം എന്താണ്? ഇല്ലല്ലമ്മ ലീലയിലെ ഇല്ലം ലമ്മ ലീല ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഒരു മുളാരി ആയിട്ടുള്ള ഫ്ലോയിലിൻ്റെ മുമ്പിൽ വന്നാൽ ഈ 5 എണ്ണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരം സുക്കൂൻ ജസ്മ് ചെയ്യണം എന്നാണ് അതിൻ്റെ പറയാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ആൻസർ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അദ്ഖിൽ ലം, ലമ്മിനെ നിങ്ങൾ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ നമ്മൾ ലമ്മിനെ പ്ലേസ് ചെയ്ത് എഴുതാണ് ലം. അപ്പോൾ ഈ യഖ്റ എന്നുള്ള എന്ത് ചെയ്യണം? യഖ്റ എന്നാവണം. കാരണം എന്താ? ഇല്ലല്ലമ്മ ലീല അതിൽപ്പെട്ടതാണ്. ഇല്ലല്ലമ്മ ലീല എപ്പോഴും എന്താവും? സുക്കൂനാവും. അപ്പോൾ ഇല്ലല്ലമ്മക്ക് ശേഷം വരുന്ന മുളാരി ഫ്ലോയിൽ എന്ത് ചെയ്യണം? സുക്കൂനാവും. ഓക്കെ, അപ്പോൾ ഈ ഗ്രാമർ മനസ്സിലാവാത്തവർ റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ ഈ ഒറ്റ ഐഡിയ മനസ്സിലുണ്ടായാൽ മതി. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. അതിന് ഈ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട്
സോൾവ് ചെയ്യാം. ഓക്കെ, മനസ്സിലാവുന്ന വിചാരിക്കുന്നു. അപ്ലൈ ചെയ്യുക, മാർക്ക് സ്കോർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.